ഡോക്ടർ എസ് ലാൽ കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീലാൽ, വളരെ ഗുരുതരമായ ക്രമക്കേട് നേരത്തെ ശ്രീ പി സി വിശ്വനാഥും ഒക്കെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും നമ്മുടെ നാട്ടിൽ ഈ കൈയിട്ടുപാരൽ ഉണ്ടായെന്നത് ഖേദകരമായ കാര്യമാണ്, ലജ്ജാകരമായ കാര്യമാണ്. ഇത് എങ്ങനെയായിരിക്കും ഇങ്ങനെ ഒരു ക്രമക്കേട് നടന്നുവെന്നാണ് അങ്ങ് കരുതുന്നത്? അതെ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. നേരത്തെ ഇത് പറഞ്ഞാൽ മനുഷ്യർക്ക് ആരോഗ്യ രംഗത്ത് ആശുപത്രികളിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പണമില്ലാത്തൊരു നാട്ടിലാണ് ഇതുപോലെ മോഷണം നടക്കുന്നത്. ഒരു പകൽക്കൊള്ളയാണ്. അന്ന് ഞങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളെയൊക്കെ ഒരുപാട് ആക്രമിച്ചു. അത് രാഷ്ട്രീയമായിട്ടും ഒക്കെ ആക്രമിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു കമ്പനി ആരോപണങ്ങൾ എന്തൊക്കെയായിരുന്നു അന്നത്തെ പ്രധാന വാദം സർക്കാരിന്റെ, അല്ലേ? അതെ ആണ്. അപ്പൊ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാവുന്ന ഒരു കമ്പനി പറയുമ്പോൾ 3 വിലയ്ക്ക് ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങുന്നത് കേട്ടുകേൾവിയില്ലാത്തതാണ്. അപ്പോൾ ഇത് കേരളത്തിൽ മാത്രമല്ല കോവിഡ് വന്നത്, ലോകത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നു, എല്ലാ നാടുകളിലും ഉണ്ടായിട്ടുണ്ട്. ഒരിടത്തും ഇതുപോലത്തെ ഒരു പകൽക്കൊള്ള ഉണ്ടായിട്ടില്ല. അപ്പൊ അതൊരു വലിയൊരു കഷ്ടമാണ്. ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്ന് പറയുന്നത് തുല്യമാണ്. അത് ആരോഗ്യരംഗത്ത് ഇതുപോലെ പണമുണ്ടാക്കാനുള്ള ഒരു സ്രോതസ്സായിട്ട് ഉപയോഗിക്കുന്നത് കഷ്ടമാണ്. ഇത് തെറ്റായ കീഴ്വഴക്കമാണ്. ആരോഗ്യരംഗത്ത് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച നിലയിലുള്ള ഉണ്ട് എന്ന അഭിമാനം കൊള്ളുന്നതാണ്. ലോകത്തിൽ തന്നെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുന്ന ആരോഗ്യരംഗം എന്നൊക്കെ നമ്മളിങ്ങനെ അഭിമാനത്തോടുകൂടി പറയുന്നതാണ്. പക്ഷേ അതൊക്കെ ഇങ്ങനെ പറച്ചിലുകൾ മാത്രം. അതിന്റെ അടിയിൽ അതൊട്ടും സുതാര്യതയില്ലാത്തതും ക്രമക്കേട് നിറഞ്ഞ ആകുമ്പോൾ നമ്മൾ നാണക്കേടുകയാണ് രാജ്യത്തിന് മുന്നിൽ. തീർച്ചയായിട്ടും കുറെ വർഷങ്ങളായിട്ട് ഈ ആരോഗ്യവകുപ്പിന് പണമുണ്ടാക്കാനുള്ളൊരു പാർട്ടികൾക്ക് പണമുണ്ടാക്കാനുള്ള ഒരു വഴിയായിട്ട് എടുക്കുന്നുണ്ട്. അത് ഈ മരുന്ന് വാങ്ങൽ ഇപ്പോഴും ഉണ്ട്. ഈ കള്ളത്തരങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്. അപ്പൊ അത് ഈ പല വിലയ്ക്കും ഒക്കെ സാധനങ്ങൾ മാറ്റിയും തിരിച്ചൊക്കെ വാങ്ങുന്നത്. ഇപ്പൊ അന്വേഷണം നടത്തിയിട്ട് ഇപ്പോഴും അഴിമതികളുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ അത് പറഞ്ഞു മടുക്കുകയും ചെയ്തു. ആരോഗ്യവകുപ്പിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്ക് ഉൾപ്പെടെ പരാതികളുണ്ട്. അത് ഗവൺമെന്റ് അനുകൂലിക്കുന്ന ഡോക്ടർമാർക്ക് പോലും ഒരുപാട് കാര്യങ്ങൾ പരാതി, പേടിച്ചാലും പറയാത്തത്. ഒരു കാര്യം, കേരളത്തിലെ എല്ലാം നമ്പർ 1 ആണെന്ന് പറഞ്ഞാൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പ്രശ്നം. ഒരു തെറ്റും കാണിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ചോദിക്കുന്നത് CAG എന്തുകൊണ്ട് താമസിച്ച് പറഞ്ഞു എന്നാണ്. ഞാനിപ്പോ ഒരു ചർച്ച കേൾക്കുകയാണ്. CAGക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. ഈ രീതിയിലാണ് വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ 8 വർഷമായിട്ട് ആരോഗ്യരംഗം പൂർണ്ണമായിട്ട് അധപ്പതിച്ചിരിക്കുകയാണ്. ഇതിന്റെ പ്രതിഫലനങ്ങളാണ് ഇതുപോലത്തെ അഴിമതികൾ, പകൽക്കൊള്ള. ശരിയാണ്. പക്ഷെ നമ്മൾ നമ്പർ 1 എന്ന നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. വളരെ നന്ദി ശ്രീ ഡോക്ടർ എസ് ലാൽ പ്രതികരണം അറിയിച്ചതിന്.